കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിം ഡാറ്റ മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാൾ ഉയർന്നതും കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മുകളിൽ 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരണം നൽകിയതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. S&P 1.5% ഇടിഞ്ഞപ്പോൾ നാസ്ഡാക്ക് 2.78% ഇടിയുകയും ഡോ ജോൺസ് 0.45% ഇടിയുകയും ചെയ്തു. 2024 സെപ്റ്റംബർ മാസത്തിന് ശേഷമുള്ള ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് S&Pയും നാസ്ഡാക്കും കടന്നുപോകുന്നത്. മാർച്ച് 4 തീയതി മുതൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും എതിരെ 25% താരിഫ് നടപ്പിലാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരണം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായി എന്ന് വേണം അനുമാനിക്കാൻ. കൂടാതെ ചൈനയ്ക്ക് എതിരെ മുമ്പ് പ്രഖ്യാപിച്ച 10% താരിഫ് കൂടാതെ 10% ലെവി കൂടി ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ഗ്ലോബൽ ട്രേഡ് സിറ്റുവേഷനെ കൂടുതൽ മോശമാക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കയിലെ ടെക് സ്റ്റോക്കുകളൊക്കെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. NVIDIA എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണെങ്കിലും അസ്ഥിരമായ മാർക്കറ്റിൽ വന്ന ക്വാർട്ടർലി റിസൾട്ട് മൂലം സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുകയും ടെക് ഇൻഡെക്സ് തന്നെ ഇടിയുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റയും സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിംസിലുണ്ടായിരിക്കുന്ന വർധനവാണ്. 2,25,000 ജോബ്ലെസ് ക്ലെയിം പ്രതീക്ഷിച്ചെടുത്ത് ടോട്ടൽ ജോബ്ലെസ് ക്ലെയിം 2,42,000 ഉയർന്നു. ഇവിടെ ഒരാഴ്ച കൊണ്ട് മാത്രം ജോബ്ലെസ് ക്ലെയിംസിൽ 22,000 വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡേറ്റ പുറത്തു വരാനുണ്ട്. അമേരിക്കയുടെ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ. അമേരിക്കയുടെ ഇൻഫ്ലേഷനെ അളക്കുന്ന ഒരു പ്രധാന ഡേറ്റയാണ് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ. ഇതിനനുസരിച്ചുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും വരും ദിവസങ്ങളിൽ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെച്ചു. നിഫ്റ്റി 2 പോയിൻറ്റ് അല്ലെങ്കിൽ 2.5 പോയിൻറ്റ് ഇടിഞ്ഞ് 22,545 ക്ലോസിംഗ് നൽകി. ഇന്ത്യൻ മാർക്കറ്റ് തുടർച്ചയായ 6ാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു. 586 കോടിയുടെ സെല്ലിംഗ് ആണ് FPIs നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1,727 കോടി രൂപയുടെ ബൈങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് KSBയും രണ്ടാമത്തേത് ഷെഫ്ലർ ഇന്ത്യയും. ഈ രണ്ട് കമ്പനികളും അവരുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവിട്ടു. KSBയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 20% വർദ്ധിച്ച് 603 കോടിയിൽ നിന്നും 726 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 33% വർദ്ധിച്ച് 54 കോടിയിൽ നിന്നും 73 കോടിയിലേക്ക് എത്തി. മാർജിൻ 13.4% നിന്നും 13.5% ഉയർന്നപ്പോൾ കമ്പനിയുടെ EBIT 21% വർദ്ധിച്ച് 80 കോടിയിൽ നിന്നും 98 കോടിയിലേക്ക് എത്തി. ഷെഫ്ലർ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 13% ഉയർന്നു. റവന്യൂ 14% ഉയർന്നു. 1,874 കോടിയിൽ നിന്നും റവന്യൂ 2,136 കോടിയിലേക്കും നെറ്റ് പ്രോഫിറ്റ് 210 കോടിയിൽ നിന്നും 237 കോടിയിലേക്കുമാണ് ഉയർന്നിരിക്കുന്നത്. കമ്പനിയുടെ EBIT 14% വർദ്ധിച്ച് 324 കോടിയിൽ നിന്നും 370 കോടിയിലേക്കെത്തി. മാർജിൻ ഏറെക്കുറെ ഫ്ലാറ്റാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് ട്രാൻസ്റെയിൽ ലൈറ്റിംഗ്. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ് എന്ന കമ്പനിക്ക് 2,752 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെഗ്മെൻറ്റിൽ നിന്നുള്ള ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. ഇതുവഴി കമ്പനിയുടെ ടോട്ടൽ ഓർഡർ ബുക്ക് 7,400 കോടി മറികടക്കുകയും ചെയ്തു. ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ടാറ്റ പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ TP സോളാർ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്നും 632 കോടി രൂപയുടെ ഒരു കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. PNC ഇൻഫ്രാടെക് എന്ന കമ്പനി ഉത്തർപ്രദേശ് ഗവൺമെൻറ് നൽകിയ 864 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും കമ്പനിക്ക് 14 കോടി രൂപയുടെ ബോണസും ലഭിച്ചേക്കും. അതുകൊണ്ട് PNC ഇൻഫ്രാടെക് എന്ന ഇൻഫ്രാസ്ട്രക്ചറിലെ സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. RVNL എന്ന കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ഒരു പവർ സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 136 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കോൾ ഇന്ത്യ എന്ന കമ്പനി കോളിന് മുകളിൽ പെർ ടണ്ണിന് 300 രൂപ എന്ന പുതിയ നിരക്ക് 300 രൂപ പെർ ടൺ എന്ന റേറ്റിൽ നിരക്ക് വർധന പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് 3,877 കോടി രൂപയുടെ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. കെർനെക്സ് മൈക്രോസിസ്റ്റം എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സദേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും കമ്പനിക്ക് 325 കോടി രൂപയുടെ ഒരു ഫ്രഷ് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. GE പവർ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. പമ്പ് ടർബൈൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് 273 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു.
ജിൻഡാൽ സ്റ്റെയിൻലെസ് എന്ന കമ്പനി AGH ഡ്രീംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 100% സ്റ്റേക്കുകൾ അക്യൂർ ചെയ്തു. കെംപ്ലാസ്റ്റ് സാൻമാർ എന്ന കമ്പനി JSW എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഇത് JSW എനർജിയുടെ സബ്സിഡറി കമ്പനിയായ JSW ഗ്രീൻ എനർജി എന്ന കമ്പനി വഴിയാണ് പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോളോ പൈപ്പ് എന്ന കമ്പനി കിസാൻ മോൾഡിങ്സ് ലിമിറ്റഡിൻ്റെ 1% സ്റ്റേക്കുകൾ 5.59 കോടി രൂപയ്ക്ക് അക്യൂർ ചെയ്തിട്ടുണ്ട്. സെർവോടെക് റിന്യൂവബിൾ പവർ എന്ന കമ്പനി ഇന്ത്യയിൽ 1 ലക്ഷം സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ മൈക്രോ, സ്മാൾ, മീഡിയം എൻ്റർപ്രൈസസുമായി ചേർന്ന് മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. രാജു എഞ്ചിനീയേഴ്സ് എന്ന കമ്പനി ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മാർച്ച് 4-ാം തീയതി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ആരതി ഇൻഡസ്ട്രീസ് എന്ന കമ്പനി അതിൻ്റെ തന്നെ സബ്സിഡറി കമ്പനിയായ ആരതി സർക്കുലാരിറ്റി ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിന് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട്. എറിസ് ലൈഫ് സയൻസസ് എന്ന കമ്പനി ലെവിം ലൈഫ് ടെക് എന്ന കമ്പനിയുടെ 30% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. റോട്ടോ പമ്പ് എന്ന കമ്പനി അതിൻ്റെ പുതിയ മാനുഫാക്ചറിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് വേണ്ടി 18 കോടി രൂപ മുടക്കി ഒരു പുതിയ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. റോട്ടോ എനർജി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ഒരു പുതിയ ഫാക്ടറി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. TVS മോട്ടോർ എന്ന കമ്പനി TVS കിങ് ഡ്യൂറാക്സ് പ്ലസ്, TVS കിങ് ഡീലക്സ് പ്ലസ് എന്ന പേരിൽ 2 പുതിയ ത്രീ വീലറുകൾ മെക്സിക്കൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ TVS മോട്ടോർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്